ഹായ് ഗായ്സ്, അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ രാവിലെ എണീറ്റിട്ട് എന്താണ് ജസ്റ്റ് ബ്രഷൊക്കെ ചെയ്ത് വന്നേ ഉള്ളൂ. വന്ന് വിൻഡോ എല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് വെയിലൊക്കെ ആയിട്ട് തുടങ്ങുന്നേ ഉള്ളൂ. ഞങ്ങൾ ഈ റൂമിൽ വന്നിട്ടിപ്പം കുറച്ച് ദിവസമായുള്ളൂ, അതുകൊണ്ട് എല്ലാം ഒന്ന് ഓർഗനൈസായിട്ട് വരുന്നേ ഉള്ളൂ. എന്താ പറയുക, സ്കിൻ കെയർ ഒക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം സ്കിൻ കെയർ ഒക്കെ ചെയ്യാനായിട്ട് മടിയല്ല, രാത്രി മാത്രം ഒന്ന് കുളിച്ച് ഒരു മോയ്സ്ചറൈസർ ലിപ് ബാം ഇട്ട് കിടക്കും. രാവിലെ എണീറ്റിട്ട് അത്രയും വലിയ പരിപാടിക്കൊന്നും പോവാറില്ല, നേരം കിട്ടാറില്ല. അതൊരു എക്സ്ക്യൂസ് മാത്രമാണെന്ന് പറയും, എന്നാലും കിട്ടാറില്ല. അപ്പം റൂമെല്ലാം മെസ്സായിട്ട് കിടക്കുക. കാരണം ഇന്നലെ ഫ്രൈഡേ ആയിരുന്നു. അപ്പോൾ തേഴ്സ്ഡേ ഫ്രൈഡേ ഇവിടെ ലേറ്റായിട്ട് കിടക്കും. ഫ്രൈഡേ എന്താ വെച്ചാൽ പ്രശ്നം എന്ന് വെച്ചാൽ ഫ്രൈഡേ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങും, അവനും ഉറങ്ങും. അപ്പം അവളെ പിന്നെ എങ്ങനെയെങ്കിലും നമുക്ക് പിടിച്ചു കിടക്കാം. അവൻ പിന്നെ ഇതിലെ കളിയെല്ലാം കഴിഞ്ഞ് അവളെ ഉറക്കുന്ന ടൈമിൽ അവൻ ഇതിലെ കളിച്ച് നടക്കുമായിരിക്കും. അത് കഴിഞ്ഞ് ഞാനും ആ കൂട്ടത്തിൽ കിടന്നുറങ്ങിപ്പോവും. അപ്പം പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒന്നും അടുക്കി വെക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് തേഴ്സ്ഡേയും ഫ്രൈഡേ എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്ന് വയ്ക്കും. അങ്ങനെ അപ്പം സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ നേരമില്ല. നമുക്ക് ഫസ്റ്റ് ഞാൻ ബ്രഷൊക്കെ ചെയ്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നോളൂ. ഏട്ടൻ രാവിലെ പോയി. നമുക്ക് രാവിലെ വിളക്ക് ഇന്നലെ കത്തിച്ചാലേ, അപ്പം വിളക്കൊന്ന് കഴുകി കത്തിക്കാം. പിന്നെ രാത്രി കുളിച്ചിട്ടാണ്, അതുകൊണ്ട് പിന്നെ നമുക്ക് കുളിച്ചിട്ട് കത്തിക്കുന്നതാണ് ഞാൻ ചെയ്യാറ്. പക്ഷെ ഇപ്പോൾ കുറേ നാളായിട്ട് വിളക്ക് കത്തിച്ചു കഴിഞ്ഞു. വിളക്ക് കത്തിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കിച്ചണിലോട്ടൊന്ന് പോകാം. കിച്ചണിൽ പോയപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ കുക്കർ, അതായത് ചെറിയ കുക്കർ എന്തോ കംപ്ലൈൻറ്റ് വന്നിട്ട് ഇപ്പം വിസിലടിക്കുന്നില്ലായിരുന്നു. അപ്പോൾ തേഴ്സ്ഡേ ആണ് ഞങ്ങൾ പോയി കുക്കർ മേടിച്ചു. പിന്നെ ഇന്നലെ ഫ്രൈഡേ ആയിരുന്നു. അപ്പോൾ ഇന്നലെ രാവിലെ ഇപ്പം മുട്ട മുഴുകാനൊക്കെ കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് ഒരു വിസിലടിച്ച പരിപാടി തീരുമല്ലോ. അപ്പോൾ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഏട്ടനായിരുന്നു മുട്ട പുഴുങ്ങി വെച്ചിട്ട് ഓഫീസിൽ പോകാറുണ്ടായിരുന്നത്. എണീറ്റ് വരുമ്പോഴേ കഴിക്കാമല്ലോ എന്ന് ഓർത്തിട്ട്. ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞാൻ എണീറ്റ് വന്ന് പാല് തിളപ്പിച്ച് എന്താ പറയുക, മുട്ട ആക്കിയൊക്കെ വരുമ്പോഴത്തേക്ക് സമയം പോകല്ലോ. പിന്നെ എണീറ്റ് വരുമ്പോഴേ വിശക്കുമല്ലോ, എനിക്ക് വിശപ്പാണല്ലോ. അപ്പോൾ എണീറ്റ് വരുമ്പോഴേ കഴിക്കാൻ വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഞങ്ങളുടെ കുക്കർ കംപ്ലൈൻ്റ് ആയിരുന്നു. ചെറിയ കുക്കർ കേട്ടോ, വലിയ കുക്കർ പിന്നെ ഭയങ്കര പാടല്ലേ. ആദ്യം ഈ 3 മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ഈ വെള്ളത്തിലിട്ട് പുഴുങ്ങുക. ഞാൻ എണീറ്റ് ഏട്ടനതിൻ്റെ വേവൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് പുഴുങ്ങി വെക്കണ്ടെന്ന് ഞാൻ പറയുമായിരുന്നു. പിന്നെ ഞാൻ സത്യം പറയുകയാണെങ്കിൽ എണീറ്റ് വന്നു, ബാത്റൂം പോയി ബ്രഷ് ചെയ്ത് വിളക്കൊക്കെ കത്തിച്ചിട്ട് ഇപ്പം ഞാൻ അടുക്കളയിലോട്ട് കയറിയതേ ഉള്ളേ. കയറിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇപ്പം പുതിയ കുക്കർ മേടിച്ചില്ല. അപ്പോൾ ഞാനോർത്ത് ഏട്ടൻ പറഞ്ഞില്ല, ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ പറഞ്ഞില്ല മുട്ട മുഴുകി വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്നും ഞാനോർത്ത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചെയ്യുന്നില്ലല്ലോ, അപ്പം ഇന്ന് മറന്നു പോയായിരിക്കും അതോർത്ത്. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ കുക്കർ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. എല്ലാം എടുത്തല്ലെങ്കിൽ എടുത്ത് വെച്ചിട്ടല്ലേ. അപ്പം ഗ്യാസിൻ്റെ ഇതിന് മേളിലിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആണ്. ഏട്ടൻ ഇത് മറന്നില്ലായിരുന്നു എന്ന് ഓർത്തു. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ഏട്ടൻ മുട്ട പോയി വെച്ചിട്ടുണ്ട്. 3 മുട്ട പോയി വെച്ചിട്ടുണ്ട്. ഒരെണ്ണം എനിക്ക്, ഒരെണ്ണം കുട്ടപ്പായ്ക്ക്, ഒരെണ്ണം ബാനുവിന്. ഏട്ടൻ രാവിലെ എണീറ്റ് മുട്ട ബുൾസയാക്കും. ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ കഴിച്ചിട്ട് പോകും. അപ്പം അങ്ങനെ ഏട്ടൻ രാവിലെ പോയിരുന്നത്. സാധാരണയായിട്ട് അങ്ങനെയാണ് പോണേ. ഏട്ടൻ തന്നെ എണീറ്റ് ബുൾസയാക്കി, ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ, അല്ലെങ്കിൽ പഴം ഉണ്ടെങ്കിൽ പഴം അത് കഴിച്ചിട്ടാണ് പോണേ. പിന്നെ അതുപോലെ തന്നെ ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ബ്രെഡും ബുൾസയൊക്കെ കഴിച്ചിട്ടായിട്ട് പോയി. അപ്പോൾ ഞങ്ങൾക്കുള്ള മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം അത് എണീറ്റ് വരുമ്പോൾ നമുക്ക് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് അവൾക്കുള്ള പാല് എടുത്തു വെക്കാം, അല്ലെങ്കിൽ അവൾ വിഷയം ഉണ്ടാക്കും. പാല് ഒരു
8:30 9 മണിക്ക് ശേഷം 8:30 ഒക്കെ ആകുമ്പോഴേ 8:30 കഴിഞ്ഞാൽ 9 മണിയൊക്കെ ആകുമ്പോൾ അടുക്കാറാകുമ്പോഴാണ് എണീക്കുന്നെങ്കിൽ പാല് ഞാൻ കൊടുക്കാറില്ല രാവിലെ എണീക്കുമ്പോഴേ. കാരണം പിന്നെ അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തില്ല. അല്ലെങ്കിൽ എണീക്കുന്നെങ്കിൽ പാല് ഞാൻ കൊടുക്കും. അപ്പം ഇച്ചിരി എനർജറ്റിക് ആവുമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് നല്ലത് അവർക്ക് ഇഷ്ടമുള്ള സാധനം നമ്മൾ ആദ്യം തന്നെ കൊടുക്കുന്നതാണല്ലോ. അതുകൊണ്ട് മാക്സിമം കരയിക്കാതെ രാവിലെ അങ്ങനെ നമുക്ക് ആദ്യം അപ്പം പാല് തിളപ്പിക്കാം. പാല് തിളപ്പിച്ചിട്ട് സാധാരണ ഞാൻ എണീറ്റ് വരണ്ട, എന്താണ് ഇന്ന് കിടക്കുന്നുണ്ട് 2 പേരും കൂടെ, ഞാൻ കാണിക്കാതെ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ ഓട്ടക്കല്ലിട്ട് അവരെ എണീക്കാൻ വേണ്ടിയിട്ട് ഓട്ടക്കല്ലിട്ട് നോക്കുകയല്ലേ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്. കണ്ണടച്ച് തുറന്നൊക്കെ എണീക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ്. എനിക്കാണെങ്കിൽ എണീറ്റോട്ട് കുഴപ്പമില്ല, ഇച്ചിരി നേരം കിടക്കുവാണെങ്കിൽ കിടക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ അറിയത്തില്ലെങ്കിൽ നമുക്കൊരു മൈക്ക് മേടിക്കും. അപ്പോൾ ഈ സമയത്ത് ഞാൻ പോയി ഫേസിൽ ഒരു മോയ്സ്ചറൈസറും ഒരു ലിപ് ബാമും ഇടട്ടെ. ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നതുകൊണ്ട് നമുക്ക് അതിടാം. ഓക്കെ, അത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ അകത്ത് അല്ലെങ്കിൽ ലൈറ്റ് ഇടേണ്ടി വരും. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ 2 പേരും എണീക്കും. അതുകൊണ്ട് ഞാനത് ഇട്ടിട്ട് വരാം. ഓക്കെ, ഞാൻ മോയ്സ്ചറൈസറും ലിപ് ബാമും ഒരു സൺസ്ക്രീനും ഇട്ടു. അപ്പോൾ ഇന്നലെ വൈകിട്ട് വാഷിംഗ് മെഷീനിൽ ഡ്രസ്സെല്ലാം വാഷ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് വിരിക്കണം. അപ്പോൾ പുറത്തിപ്പോൾ പതുക്കെ വെയിൽ തുടങ്ങി. അപ്പം 10 മിനിറ്റ് കൊണ്ട് ഉണങ്ങി കിട്ടും. അപ്പോൾ അതെടുക്കണം. പിന്നെ ഇതിലേക്കുള്ള മാവ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് ആക്കണം. പിന്നെ ഉച്ചക്കത്തേക്കുള്ളതാക്കണം. അങ്ങനെ അപ്പോൾ ഫസ്റ്റ് ഞാൻ പാല് ഞാൻ എടുത്ത് വെച്ചില്ല. അപ്പോൾ അത് കുപ്പിയിലോട്ടാക്കണം. ആറിക്കാണും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കാണാം. അപ്പം അതെടുത്ത് വെച്ചു. നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം കഴിഞ്ഞ പാത്രങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അതെല്ലാം ഏകദേശം ഡ്രൈ ആയി. നമുക്കിതെല്ലാം എടുത്ത് അതാത് സ്ഥാനത്ത് വെച്ചിട്ട് ഇന്നത്തെ അംഗം തുടങ്ങാം. ഓക്കെ, ഇപ്പോഴാണ് ഞാൻ ഓർത്തേ കുറച്ച് ഇന്നലത്തെ ചോറിൻ്റെ ബാലൻസ്. അപ്പോൾ ഒരു കുറച്ച് ചോറ് ഇരിപ്പുണ്ട്. അപ്പോൾ അത് തിളപ്പിച്ച് വറക്കാം. പിന്നെ അവർക്ക് നമുക്ക് വെജിറ്റബിൾസും എല്ലാം കൂടി ഇട്ടിട്ട് മറ്റേ കിച്ചടി പോലെ ആക്കത്തില്ലേ, അങ്ങനെ ആക്കുന്നത് അവർക്കിഷ്ടം. അപ്പം അത് ആക്കുവാണെങ്കിൽ അത്യാവശ്യം വെജിറ്റബിൾസൊക്കെ അവളുടെ ഉള്ളിൽ പോകും. അപ്പം അവന് പിന്നെ മീനോ ചിക്കനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവന് പ്രശ്നമില്ല. അപ്പം മീൻ കൂട്ടാനും ഇരിപ്പുണ്ട്, മീൻ വറക്കാനും ഇരിപ്പുണ്ട്. അപ്പം പിന്നെ അതായിരിക്കും നല്ലത്. വെറുതെ ഇനിയിപ്പം അവൾക്ക് വേണ്ടിയിട്ട് ഇതാക്കാം, അവൾക്ക് വേണ്ടിയിട്ട് മറ്റേ കിച്ചടി പോലെ ഉണ്ടാക്കാം. അവനുള്ള ചോറ് ഇരിപ്പുണ്ട്. പിന്നെ അത് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ചോറ് കൂടി പോകും. അഞ്ചാരും കഴിക്കത്തുമില്ല, വെറുതെ പിന്നെ എടുത്ത് കളയേണ്ടി വരും. അപ്പോൾ പിന്നെ അപ്പോൾ പിന്നെ അതായിരിക്കും നല്ലത്. എന്താ ഇതിലേക്ക് നമുക്ക് ഉപ്പും കൂടി ഇടാം. ഉപ്പും കൂടി ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ കാര്യത്തിലിതാവും. പിന്നെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എന്താണ് ഇഡ്ഡലി റെഡിയാവും. Good morning. Good morning. അവളുടെ പാർസൽ എടുക്കുന്ന സൗണ്ട് ഞാൻ കേട്ടായിരുന്നു.
അപ്പോഴാണ് ഞാൻ ഇറങ്ങി ചെന്ന് കിച്ചണിൽ നിന്ന്. അപ്പം എന്നെ കണ്ടുകൊണ്ട് കട്ടിലവിടെ വരെ വന്നതാണ്. അപ്പം ഓർക്കുന്നുണ്ട് എന്താ സംഭവം നമുക്ക് മനസ്സിലാകും. ഞങ്ങളുടെ ആദ്യമായിട്ടല്ലെങ്കിൽ വ്ളോഗ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ അവളുടെ സൗണ്ട് ഞാൻ കേട്ടായിരുന്നു. അപ്പം ഞാൻ ഒന്ന് ഒളിഞ്ഞു നോക്കിയപ്പോൾ അവളെന്നെ കണ്ടു. അപ്പം ഇനിയിപ്പോൾ ഞാൻ ഓർക്കുന്ന ഫോൺ എടുത്തില്ലല്ലോ, ഞാൻ ഓടിപ്പോയി ഫോൺ എടുത്തിട്ട് വന്ന് അപ്പോഴേക്കും അവൾ പതുക്കെ കട്ടിലടുത്ത് എത്തി. കട്ടിലേ നിറഞ്ഞു. പിന്നെ രാവിലെ നല്ല ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഇറങ്ങുമ്പം വീഴുമെന്ന് എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ ഓടിച്ചിരിക്കും. അല്ലെങ്കിൽ പ്രശ്നമില്ല, അവൾ കട്ടിലേ നിന്ന് ഓടുന്ന് അവൾക്കറിയാം അവൾ വീഴത്തില്ലാത്ത രീതിയിൽ അവൾ ഓർന്നിറങ്ങി വരും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് പാല് കുടിക്കാം. നമ്മൾ പാല് കുടിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ബ്രഷൊക്കെ ചെയ്ത് അല്ലേ, അങ്ങനെ ഞങ്ങൾ രാവിലത്തെ പരിപാടികളൊക്കെ അതൊക്കെ തുടങ്ങി. ഇനിയിപ്പോൾ ഒരു പണിയും നടക്കത്തില്ല. എന്താണ്, ഇവളുടെ പുറകെ തന്നെയായിരിക്കും, അവൻ്റെ പുറകെ തന്നെയായിരിക്കും. അവൻ എണീറ്റിട്ടില്ല, അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇനിയിപ്പോൾ അവനിപ്പോൾ എണീറ്റോളൂ. ഇവളുടെ വാളൊക്കെയിട്ട് അവനിപ്പോൾ എണീക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പാല് കൊടുക്കട്ടെ. പാല് കൊടുത്തിട്ട് ഇപ്പം കാണാവേ. ഞങ്ങൾ നൈറ്റ് ഡ്രസ്സൊക്കെ മാറി വന്ന് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കിനി ഇവളൊക്കെ ഇതെന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. ഞാനങ്ങനെ വ്ളോഗ് ഇപ്പം ഫസ്റ്റ് ടൈം അല്ല ഇങ്ങനെ വ്ളോഗായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അവൾക്ക് മനസ്സിലാവുന്നില്ല എന്താ ഇവിടെ നടക്കുന്നതെന്ന്. അത് അവളിങ്ങനെ ഭയങ്കര ഇതായിട്ട് നോക്കുന്നത്. അവളോർക്കുന്ന വീഡിയോ കോളിൽ ആരെങ്കിലും ഉണ്ടായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ വീട്ടിൽ നിന്ന് വിളിക്കുമ്പോഴേക്ക് വീഡിയോ കോളിൽ അവൾ നോക്കുന്നതല്ലേ. അപ്പം അങ്ങനെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എല്ലാവരും കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഞാനിപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തരിക. സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. പറ്റാവുന്ന പോലെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ പിന്നെന്താണ്, അപ്പോൾ ഇനിയിപ്പോൾ ഇച്ചിരി നമുക്ക് 8:45. അപ്പോൾ ഇവിടെ പാലുകൂടി എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ അവൾക്ക് ഇനി വിശക്കത്തില്ല. നമ്മൾ ഇന്ന് രാവിലെ എണീറ്റിട്ട് ഇവള് നമ്മൾ ഇതാക്കും, എന്നാ വിൻഡോ ഓപ്പൺ ചെയ്യും. അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വെയിൽ കൊള്ളിക്കാമല്ലോ. അപ്പം അങ്ങനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി വിൻഡോ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. അപ്പം ഞങ്ങളെ പറ്റി ഒന്നും അറിയത്തില്ല നിങ്ങൾക്ക്. ഞങ്ങൾ കുവൈറ്റിലാണ്. അപ്പോൾ എന്താണ്, ഇപ്പം ഞങ്ങൾ പറഞ്ഞല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിലോട്ട് വന്നിട്ടിപ്പം 2 ആഴ്ചയല്ലേ ആയുള്ളൂ. 8th ഫ്ലോറിലുമാണ് ഞങ്ങൾ നിൽക്കണതേ. അപ്പം ഇവിടെ ഇരിക്കുമ്പോൾ ആകാശം നല്ലതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അവൾക്ക് എപ്പോൾ ഇഷ്ടംപോലെ ഫ്ലൈറ്റെല്ലാം പോവല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് അവൾക്ക് കാണാൻ പറ്റും. അത് അവൾ ഈ നോക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ഈ സൈഡിലോട്ട് വെയിൽ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ ഒത്തിരി അങ്ങ് വെയിലായിട്ട് വരത്തുള്ളൂ. ചൂട് നമ്മൾ അകത്ത് AC ആണല്ലോ, അതുകൊണ്ട് ചൂട് നമ്മൾ അറിയുന്നില്ല. അപ്പം കുറച്ച് ആ ഒരു വെയിലിൻ്റെ ഒരു ചൂട് നമ്മൾ രാവിലെ നമ്മളൊരു ഇച്ചിരി വെയിൽ കൊള്ളിക്കുമല്ലോ. അങ്ങനെ അപ്പം ഇച്ചിരി വെയിൽ കൊള്ളാത്ത നോക്കും. ഇവിടെ അങ്ങനെ കാര്യമായിട്ട് വെയിലില്ല. ഇവിടെ ഇപ്പം തണലാണ്. ഇച്ചിരിയും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കാണ് വെയിലാവുന്നത്. അങ്ങനെ അതിന് മുന്നേ എനിക്ക് തുണി വിരിക്കണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഉച്ചയാകുമ്പോൾ തുണി വിരിക്കുന്നത് നടക്കത്തില്ല. അപ്പം അത്ര വെയിലാവും.